ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഈ ലൈറ്റിൽ എടുക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. എനിക്കൊന്ന് ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു 4 years ആണെന്ന് തോന്നുന്നത്. 3 years ബാക്ക് ഞാൻ ഫസ്റ്റ് ടൈം ബോട്ടോക്സ് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഇതുവരെ എൻ്റെ സ്കിന്നിൽ ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല, ബിക്കോസ് ഐ എം ബ്ലെസ്ഡ് വിത്ത് ഗുഡ് സ്കിൻ. പ്രിയയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നൗ ഐ തോട്ട് ഇത്രയും വർഷമായി ഐ ഹാഡ് ഗുഡ് റിസൾട്ട്സ്. പിന്നെ വലിയ കോസ്റ്റ് വരുന്നില്ല. ഞാൻ ചെയ്ത് അടുത്ത് തന്നെ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെർമാവ്യൂ ആയിരുന്നു ആ ക്ലിനിക്കിന്റെ പേര്, ആലുവയിൽ. സോ ഇപ്പോഴും ആ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ബോട്ടോക്സ് ചെയ്യാമെന്ന് ജസ്റ്റ് ഹിയർ. ഇത് ആൾക്കാർ പറയും എന്തിനാണ് അത് ചെയ്യുന്നത്, ജസ്റ്റ് ടു മേക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താണോ അത് ചെയ്യുവാണല്ലോ. ആൻഡ് ദർ നത്തിങ് ടു ഹൈഡ് ഓൾസോ. സോ ഞാൻ പിന്നെ എപ്പോഴും ഒരു ചിരിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ എപ്പോഴും ഇതുപോലെ ക്രോസ് ഫീറ്റ് വരും. കാണിച്ചു തരാം, ഇതുണ്ട് ഇവിടെ ഈ ഒരു സംഭവം. വേറെ ഇവിടെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. സോ ഇവിടെ മാത്രം ഒന്ന് ബോട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതിന്റെ ഒരു വ്ളോഗ് ആയിരിക്കും ഇത്. പിന്നെ എന്നോട് പറഞ്ഞ് ഷേവ് ചെയ്തിട്ട് വാ, നമുക്ക് വേണമെങ്കിൽ ഇപ്പം കുറെ വെയിലത്തൊക്കെ വ്ളോഗ് ചെയ്തായിരുന്നല്ലോ. സോ വേണമെങ്കിൽ ഒരു സാധാരണ ഒരു ഫേഷ്യലും കൂടെ ചെയ്യാമെന്ന്. എന്തോ ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ മെയിൻ ബോട്ടോക്സ് ആണ് ആൻഡ് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നതായിരിക്കും. സോ ഒരു 10 വയസ്സ് കുറഞ്ഞിട്ടായിരിക്കും ഈ വ്ളോഗ് അവസാനിക്കുന്നത്, മനസ്സിലും മുഖത്തിലും. ഡെർമാവ്യൂവിലേക്ക് 3-4 വർഷം മുമ്പ് നമ്മൾ വന്നതാണ്. എൻ്റെ ലുക്ക് മാറിപ്പോകും കേട്ടോ പ്രിയ, തിരിച്ചു വരുമ്പോൾ എന്നെ മനസ്സിലാവില്ല. ഇപ്പോൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എന്നാ വെള്ളം പിടിക്കും. ഞാൻ ഏകദേശം 3 years ബാക്ക് ആണ് ഇവിടെ വന്നത്. സോ അന്ന് ഡോക്ടറെ ഞാൻ എനിക്ക് ബോട്ടോക്സ് ചെയ്തത്. ഡോക്ടറിന്റെ ഒരു 6 മാസം, പക്ഷെ എനിക്ക് ഓൾമോസ്റ്റ് ചിലപ്പോ എന്റെ സ്കിന്നിന്റെ ഗുണമാണോ 6 months വരെ നിൽക്കുള്ളൂ. എനിക്കത് പിന്നെ അന്ന് അത്രയും സിവിയർ അല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പോഴും അത്രയും വിസിബിൾ അല്ലാതെ. അപ്പൊ എനിക്ക് അത്യാവശ്യം എനിക്കൊന്ന് ഒരു 1 year ബാക്കോട്ട് തുടങ്ങി. പക്ഷെ എന്നാലും നമ്മൾ ട്രാവൽ ചെയ്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അത് ബോട്ടോക്സ് ചെയ്തപ്പോൾ എനിക്കും അലർജിക് റിയാക്ഷൻ അങ്ങനെയൊന്നും വന്നില്ല. ഡോക്ടറിന് അങ്ങനെ പൊതുവെ ആർക്കും വരില്ല അല്ലേ. ഈ മെഡിസിന്റെ ബോട്ടോക്സ് ഇഞ്ചക്ഷന്റെ മെഡിസിന്റെ ആണ് ഡിഫറെന്റ് ക്വാളിറ്റി ഉള്ളത്. ഡിഫറെന്റ് ബ്രാൻഡ്സ്. ബോട്ടോക്സിന് ആക്ച്വലി ബ്രാൻഡാണ്, ബോട്ടിലും ടോക്സിൻ ആണ് ആക്ച്വലി പറയാൻ പാടില്ല. പല ബോട്ടിലും ടോക്സിൻ ഉണ്ട്. നമുക്ക് ഇഞ്ചക്ഷൻ, പക്ഷെ അതനുസരിച്ച് ഒരു പ്രൈസ് വേരിയേഷൻ വരും. ഓരോ ബ്രാൻഡിനനുസരിച്ചുള്ള ഒരു. നമ്മൾ അന്ന് ചെയ്തത് ഏത് ബ്രാൻഡായിരുന്നു? നമ്മൾ അന്ന് ചെയ്തത് ബോട്ടോക്സ് ആണ്. ബോട്ടോക്സ് ഇപ്പോൾ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. അലർജിക് റിയാക്ഷൻ അങ്ങനെയൊന്നും വന്നിട്ടില്ല. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ അങ്ങനെ എൻകൗണ്ടർ ചെയ്തിട്ടില്ല 8 years ആയിട്ട്. പക്ഷെ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംഭവിക്കാം, വരാം. ഡോക്ടർ 8 years ആർക്കും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഇതിപ്പോ നമുക്ക് എത്ര ടൈം എടുക്കും? ആക്ച്വലി എനിക്കിപ്പോ ഈ ഒരു ഏരിയ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഇറ്റ് വിൽ ടേക്ക് ടൈം. എത്ര 10 മിനിറ്റോ? നമുക്കത് വേരി ചെയ്യാൻ 20 to 40 minutes ആണ് നമ്മൾ വെക്കുക. സെൻസിറ്റിവിറ്റി ഇല്ലാത്തവർക്ക് നമ്മൾ 40 minutes വരെ വെക്കാറുണ്ട്. തീരെ പെയിൻ അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻജക്ഷൻ ചെയ്യാൻ 5 minutes ഉള്ളൂ. അപ്പൊ ഏകദേശം നമുക്ക് ഒരു ലഞ്ച് ബ്രേക്കിന്റെ ടൈം ഒരു 20 minutes പ്ലസ് ഒരു 5 minutes, ഒരു 25-30 minutes ഫുൾ പ്രൊസീജിയർ ചെയ്തു പോവാം. പിന്നെ വേറെ സ്കിന്നിന് കുഴപ്പമൊന്നും തോന്നുന്നുണ്ട്? വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അഹങ്കാരമാണ് ഡോക്ടർ, ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര അഹങ്കാരം. എക്സ്പോസ്ഡ് ആയിട്ട് എലിമെന്റ്സിൽ എക്സ്പോസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സൺസ്ക്രീൻ ഇടും ധാരാളം. സൺസ്ക്രീൻ തന്നെ പോകും. പിന്നെ രാത്രി ജസ്റ്റ് ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ ഉപയോഗിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ബൈ ഗോഡ്സ് ഗ്രേസ് നല്ല സ്കിന്നുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞ് ചുമ്മാതെയാക്കാം. സൺസ്ക്രീൻ ഉപയോഗിക്കും ഞാൻ, അത് മാത്രമാണ് കൂടുതൽ. ഈ സൺസ്ക്രീൻ തന്നെ ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ട് ഉപയോഗിച്ചു തുടങ്ങി. 4 years ഡോക്ടറിന് ബോട്ടോക്സ് ചെയ്യുന്നുണ്ട്. 4 years ശേഷം. അതിനു മുന്നേ ഉപയോഗിക്കില്ലായിരുന്നു. ഇപ്പം അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഏജിങ്ങിനെയും കൂട്ടുന്നത് സൺലൈറ്റ്. ഇപ്പോഴും കഴിഞ്ഞാൽ 10th class പാസ്സായിട്ടുള്ളൂ എന്ന് പറയും അല്ലേ. ഇഷ്ടപ്പെടുന്നില്ല. 20-25 മിനിറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 6 മാസം 1 year വരെ ഓക്കെ. സ്പെഷ്യൽ ജീൻസ് ഉള്ളതുകൊണ്ടാണ്. സ്പെഷ്യൽ ജീൻസ് ആണ്. അപ്പൊ തുടങ്ങാലോ. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡോക്ടറോട് സംസാരിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടിപ്പ് എനിക്കൊന്ന് സൺസ്ക്രീൻ തന്നെയാണ് അല്ലെ. അത് ഞങ്ങളിപ്പോ തണുപ്പുള്ള സ്ഥലത്ത് പോകുമല്ലോ, ലൈക് സീറോ അങ്ങനെ ഞാൻ പറയാറുണ്ടായിരുന്നു. ഇത്രയും തണുപ്പ് വെയിലെന്ന് പറഞ്ഞ സാധനം ഇല്ല, സൺസ്ക്രീൻ ഇടണോന്ന് ഞാൻ വെയിലില്ലാത്ത സ്ഥലം മഴയാണെങ്കിലും വീട്ടിന്
വീടിനകത്താണെങ്കിലും വീടിനകത്താണെങ്കിലും ഇടണം. നമ്മളിപ്പോ ലൈറ്റ്സ് ഇടേണ്ട അടിയിലായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഒത്തിരി പേര് ഇപ്പം നമ്മൾ വീട്ടിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കൂടുതലും ബ്ലൂ ലൈറ്റ് ലാപ്ടോപ്പിന്റെ അല്ലേ, ലാപ്ടോപ്പിന്റെ ഫോണിന്റെ ചൂടല്ല റിലേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ലൈറ്റ് വെളിച്ചമാണ് നമ്മൾ കരുവാളിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് സൺസ്ക്രീൻ എസ്പെഷ്യലി ഫോട്ടോ സെൻസിറ്റീവ് ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ടും ഇൻഡോർസിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാം. ഇൻഡോർ വിന്റർ എന്താണെങ്കിലും ഉപയോഗിക്കാം. റീഅപ്ലൈ ചെയ്യണം. ഇപ്പൊ നമ്മളൊരു SK50 വെക്കാൻ നമ്മൾ ഇവിടുത്തെ സാധാരണ ഒരു 50 അത് ഒരു 4-5 hours നമ്മൾ റീഅപ്ലൈ ചെയ്യണം. രാവിലെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത ഉച്ചയ്ക്കൊക്കെ നമ്മൾ അപ്പൊ കറക്റ്റ് അതിന്റെ അപ്പൊ ഇനിയിപ്പോ നമ്പിങ് ടൈം ആണ്. ആദ്യമായിട്ട് ട്രൈ ചെയ്യണത് ദില്ലുവാ. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ആഫ്റ്റർ ബോട്ടോക്സ് ഇങ്ങനെ തൂങ്ങുന്നു എന്നൊക്കെ കാണിച്ച് നമ്മൾ ഇന്റർനെറ്റിൽ കാണുമല്ലോ, പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ 6 മാസമല്ലേ നിക്കുള്ളൂ ഡോക്ടർ. സോ ഈ എന്തെങ്കിലും ഇപ്പൊ ബോട്ടോക്സ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും മോശമായിട്ട് വന്നാ 6 മാസം കഴിഞ്ഞത് പോകത്തില്ലേ? സപ്പോസ് ഇപ്പൊ നമ്മള് ചെയ്തു ഓവർ ടൈറ്റ് അങ്ങനെ എന്തെങ്കിലും ആയി, അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇത് പോകുമ്പോ മുന്നത്തെ കാട്ടി വേഴ്സ് ആവില്ലല്ലോ ഒരിക്കലും. നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ആ പോയിന്റിലേക്ക് തിരിച്ചു. ഇതിപ്പോ നമ്പിങ് ക്രീമാ. മതി പറയാം. ഇനി പ്രിയക്ക് ഒരു 100 കൂട്ടം ഡൗട്ട് ആയിരിക്കും കേട്ടോ. അതെ, എന്റെ മാത്രമല്ല എല്ലാവരുടെയും ഉള്ള ഒരു ഡൗട്ടാണ്. അതെ, ബോട്ടോക്സും ഫില്ലേഴ്സും ഇത് രണ്ടിന്റെയും തമ്മിൽ എന്താണ് വ്യത്യാസം? ബോട്ടോക്സ് ബേസിക്കലി നമ്മൾ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട്, ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടി സൂപ്പർഫിഷ്യൽ ആയിട്ട് മസിൽസിൽ ഇൻജെക്ട് ചെയ്യാണ്. അപ്പൊ മസിൽ സ്മൂത്ത് ആവുന്നതിന്റെ കൂടെ ലൈൻസും സ്മൂത്ത് ആവും. അപ്പൊ നമുക്ക് ആ മസിലിന്റെ ആക്ഷൻ കുറച്ച് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമ്മളിപ്പോ ഫ്രൗൺ ലൈൻസിനൊക്കെ ഇവിടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കിയാലും അത്രയും ഒരു ദേഷ്യം കാണുന്നവർക്ക് ഫീൽ ചെയ്യില്ല. എന്താ ദേഷ്യപ്പെട്ടാലും എനിക്കതിന്റെ ആവശ്യമില്ല. ബിക്കോസ് ഞാൻ ഇതുവരെ ചെയ്ത് എനിക്ക് അത്ര ദേഷ്യമൊന്നുമില്ല. അല്ല ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത് ഈ നെറ്റിയില് ചെയ്യാം. ഫില്ലേഴ്സ് വോളിയം റീപ്ലേസ് ചെയ്യാനാണ് ബേസിക്കലി. അതായത് ഇപ്പൊ നമ്മൾ കുറച്ച് ഏജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒരു ഹോളോയിങ് ഫീൽ ചെയ്യാം. മസിലിന്റെ ഒക്കെ പുള്ളി കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫാറ്റ് അട്രോഫി, ബോൺ അട്രോഫി ഒക്കെ വരാം നമ്മൾ ഏജ് ഒത്തിരി പ്രോഗ്രസ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ആ ഒരു പ്രോഗ്രഷൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വോളിയം ഫില്ല് ചെയ്ത് നമ്മൾ അതിനെ ശരിയാക്കുന്ന മസിൽ റിലാക്സേഷനോ റിങ്കിൾസ് കുറയ്ക്കലോ ഒന്നുമല്ല. അങ്ങനെയല്ല, നമുക്കതിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ചിലർക്ക് ഇവിടെ ചീക്സ് കുറവായിരിക്കും, അപ്പൊ അവിടെ വോളിയം വെക്കണമെങ്കിൽ നമുക്ക്. പക്ഷെ അത് ഭയങ്കരമായിട്ടൊന്നും വരത്തില്ലല്ലോ. അത് നമ്മൾ എത്ര വോളിയം ഇൻജെക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ആണല്ലേ? ഫില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ല് ചെയ്യുന്നതാണ് അല്ലെ? ബോട്ടോക്സ് എന്ന് പറയുമ്പോ ലൈൻ മാറ്റുന്നതാണ്. സോ ഈ ലാഫ് ലൈൻ ഒക്കെ ബോട്ടോക്സ്. നമുക്ക് ലാഫ് ലൈൻ അത് ഫോം ചെയ്യുന്നത് കുറെ നാൾ നമ്മൾ ആ മസിൽസ് യൂസ് ചെയ്ത ഒരു ഗ്രൂപ്പ് ചെയ്താൽ നമുക്ക് ചിലപ്പം രണ്ടും വേണ്ടി വരും. ഫില്ലറും വെക്കേണ്ടി വരും, ആ മസിലിന്റെ ആക്ഷൻ കുറയ്ക്കാൻ ബോട്ടോക്സ്. ചില സ്ഥലങ്ങൾ രണ്ടും വേണ്ടി വരും. പക്ഷെ യൂഷ്വലി എല്ലാവരും ബോട്ടോക്സ് അപ്പർ ഫേസിലെ റിങ്കിൾസിനെ ടാർഗറ്റ് ചെയ്യാനാണ് നമ്മുടെ ഇവിടെ മെജോറിറ്റി ആൾക്കാർ ചെയ്യാം. പിന്നെ ചിലർക്ക് ഇങ്ങനെ പോപ്ലി ചിന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോഴൊക്കെ താടിയുടെ അവിടെ ചുളുങ്ങി ആണെങ്കിൽ നമ്മൾ ബോട്ടോക്സ് ചെയ്യാറുണ്ട്. ചിലർക്ക് ഡ്രൂപ്പിംഗ് സ്മൈലൊക്കെ വരും, കുറച്ച് സാഡ് ഫേസ് പോലെ. അപ്പൊ നമ്മൾ ഇവിടുത്തെ മസിൽ ബോട്ടോക്സ് ഈ മസിൽ റിലാക്സ് ആവും, അപ്പൊ ഇങ്ങനെ താഴോട്ട് വരില്ല. അങ്ങനെയൊക്കെ നമ്മൾ. പക്ഷെ കൂടുതലും ആൾക്കാർ ബോട്ടോക്സ് റിങ്കിൾസിന് വേണ്ടി ചെയ്യുന്നത് അപ്പർ ഫേസിലാണ്. ഫില്ലേഴ്സിന് കുറച്ചുകൂടെ ലോഞ്ചിവിറ്റി ഉണ്ട്. 1.5-2 വർഷം വരെ നിൽക്കാം, ഡിപ്പെൻഡിംഗ് അപ്പോൺ ഏത് ഫില്ലറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പല മോളിക്യൂൾസ് ഉണ്ട്, നമുക്ക് എന്താണോ ഇൻഡിക്കേഷൻ അതനുസരിച്ചാണ്. നമ്മൾ വോളിയം റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിന് ഭയങ്കര വോളിയം വെക്കുന്ന ടൈപ്പ് ഉണ്ട്, അത്രയും തോന്നാത്തതുണ്ട്, കൂടുതൽ ഹൈഡ്രേറ്റിംഗ് ടൈപ്പ് ഉണ്ട്. ലിപ്സിനൊക്കെ നമ്മൾ ഭയങ്കര വോളിയം വെക്കുന്ന ലിപ്സിൽ ചെയ്യുന്നത് ഫില്ലറാണ്. അതിന്റെ ഷേപ്പ് ഒക്കെ കറക്റ്റ് ആക്കാനും ചെയ്യുന്ന അനുസരിച്ചാണ്. നമ്മളെപ്പോഴും ഓരോരുത്തർക്കും ഓരോ പോളിസി ആയിരിക്കും. ഞാനെപ്പോഴും അണ്ടർ കറക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്തൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല, മനസ്സിലായിട്ട് വരാൻ പാടില്ല എന്നൊരു ഡിഫറൻസ്. നമ്മൾ നന്നായിരിക്കുന്ന ആൾക്കാർ പറയും. നമ്മൾ കുറെ ചുമ്മാതെ ഡോക്ടർ. ഞാൻ കേട്ടിരിക്കുന്നത് അല്ലാതെ ഇൻഫ്ലുവൻസേഴ്സ് ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ ചില നോർമൽ ആൾക്കാര്
ഞാൻ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയപ്പോ ഈ ചിരിക്കുമ്പോ മോണ കാണൂലേ, അത് കവർ ചെയ്യാൻ വേണ്ടി അപ്പർ ലിപ്പ് ചെയ്യുന്നവരുണ്ട് അല്ലേ? അത് ഇപ്പൊ ലൈക് പ്രിയങ്ക ചോപ്ര ഇല്ലേ, പ്രിയങ്ക ചോപ്ര പണ്ടൊക്കെ സിനിമയിൽ നോക്കിക്കോ ചിരിക്കുമ്പോ മോണ കാണുമായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. കാണുന്നത് നമ്മൾ ബോട്ടോക്സ് ആക്ച്വലി ഇവിടെ ഇൻജെക്ട് ചെയ്യും. അപ്പൊ ഈ ലിപ്സ് കുറച്ച് ബ്ലോക്ക് ആവും താഴെ, പിന്നെ നമുക്ക് കുറച്ച് ഫില്ലറുടെ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവും. പ്രിയങ്ക ചോപ്രയുടെ ലിപ്സ് ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി, അതുകൊണ്ടിട്ടായിരിക്കും. അപ്പൊ പിന്നെ ചിരിക്കുമ്പോ മോണ കാണത്തില്ല അല്ലേ? എനിക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് ഈ വെയിലത്ത് ഒരു ടാൻ ആവില്ലേ, അതിന് ഏറ്റവും ബെസ്റ്റ് എന്താ? സൺസ്ക്രീൻ അല്ല, ട്രീറ്റ്മെന്റ് പോലെ കഴിഞ്ഞാല് അത് നമുക്ക് ചെറിയ രീതിയിൽ ടാനൊക്കെയാണെങ്കിൽ നമ്മൾ നല്ലൊരു സെറംസ് ഒക്കെ യൂസ് ചെയ്താൽ തന്നെ ഡീറ്റാൻ ആയി പോകും. ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ എക്സ്ഫോളിയേറ്റിംഗ് പീൽസ് ചെയ്യാം, അതും അല്ലെങ്കിൽ ലേസർ ചെയ്യാം. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും? കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സത്യം സൺസ്ക്രീൻ കറക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഡിഫറൻസ് ഇല്ലെങ്കിൽ മാത്രം നമ്മള് പീൽസ് അല്ലെങ്കിൽ ഫേഷ്യൽ ആണെങ്കിൽ കുറച്ചൊക്കെ മെക്കാനിക്കലി അത് കുറച്ച് ടാൻ റിമൂവ് ചെയ്യാം, കുറച്ചൊരു എക്സ്ഫോളിയേഷൻ ഒക്കെ കിട്ടാം, സ്കിൻ കുറച്ച് ടെക്സ്ചർ ഇംപ്രൂവ് ആവും. എസ്പെഷ്യലി അതെന്താ ഓക്സിജന് അവരുടേതായ കുറച്ച് പ്രോബും കാര്യങ്ങളും മെറ്റീരിയൽസ് ഒക്കെയാണ്. അപ്പൊ അതിന്റെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ചിലർക്ക് ടാൻ മാറ്റാനായിരിക്കാം, ചിലർക്ക് ഡീടോക്സിഫൈ സണ്ണിന്റെ സ്ട്രെസ് മാറ്റാനായിട്ട്, ആന്റി ഏജിങ്, അങ്ങനെ പല. പിന്നെ വേറൊരു കാര്യം കേട്ടിരിക്കുന്നത് ഡോക്ടർ, ഈ ഫില്ലേഴ്സും ബോട്ടോക്സും നമ്മൾ ചെയ്യുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫുഡ് റിലേറ്റഡോ എക്സസൈസ് അങ്ങനെ വല്ലതും ഉണ്ടോ അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി? സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾക്ക് അങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ കുറെ അങ്ങനത്തെ കാര്യങ്ങൾ ക്യൂമുലേറ്റീവ് വന്നിട്ടായിരിക്കും നമുക്ക് സാഗിങ്ങോ വോട്ടെവർ വന്നിരിക്കുന്നത്. വൺസ് അത് വന്നു കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ വിത്ത് എക്സസൈസ്. ബോട്ടോക്സ് അല്ലെങ്കിൽ ഫില്ലർ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം, ഇത് കഴിക്കാൻ പാടില്ല അങ്ങനെ ഒന്നുമില്ലല്ലോ. ഫസ്റ്റ് 1 വീക്ക് കുറച്ച് ഗ്രീൻ ടീ എക്സ്ട്രാക്ട്സ് ഒന്നും കുടിക്കണ്ട. അതിപ്പോ ചില ബ്രൂസ് വരാനൊക്കെ ഒരു സാധ്യതയുള്ളതുകൊണ്ട് നമ്മളങ്ങനെ, അതായത് ഇങ്ങനെ നമ്മളിവിടെ ബ്ലൈൻഡ് ആയിട്ടാണല്ലോ ഈ നീഡിലേക്ക് കടത്തുക. അപ്പൊ എങ്ങനെ സൂപ്പർഫിഷ്യലി വല്ല വെസലിന് തൊട്ടാ ബ്ലീഡ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും, ചതഞ്ഞ പോലെ. അത് 5 to 7 days സോൾവ് ആവും സംഭവിച്ചാലും. പക്ഷെ ഈ വൈറ്റമിൻ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രീൻ ടീ ഒക്കെ കഴിക്കുന്നവർക്ക് അതിന്റെ ടെൻഡൻസി കൂടുതലായിരിക്കും. അതുപോലെ നമ്മൾ ഒത്തിരി എക്സസൈസ് ചെയ്യേണ്ട, മസാജ് ചെയ്യേണ്ട, ചൂട് പിടിക്കുന്ന അതൊന്നും ഇഷ്യൂ ഇല്ല. നമ്മൾ ഭയങ്കരമായിട്ട് മസാജ് ചെയ്യരുത്, മസാജ് ടോക്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്യാനുള്ള സാധ്യത അതുകൊണ്ടാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്താ പറയുക, ഏത് ഏജ് തുടങ്ങിയാണ് ഈ ബോട്ടോക്സും ഫില്ലേഴ്സും ചെയ്യാൻ കറക്റ്റ്? ഐ മീൻ ചിലവർ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ കണ്ട കോളേജ് സ്റ്റുഡൻസ് തുടങ്ങി സ്കൂൾ സ്റ്റുഡൻസ് വരെ ഇപ്പോൾ ബോട്ടോക്സ് ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുക. സോ പ്രോപ്പറായിട്ട് ശരിക്കും ഈ റിങ്കിൾസ് ഒക്കെ വരുന്നത് ഐ തിങ്ക് ആഫ്റ്റർ 30-35 അല്ലേ വരാറുള്ളൂ. പക്ഷേ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐ നോ ഇറ്റ്സ് അക്കോർഡിംഗ് ടു കണ്ടീഷൻ, പക്ഷേ എന്നാലും ഒരു ഏജ് വെച്ച് വല്ലതും നോക്കാറുണ്ടോ? 32 above ആണ് ഒരു 32. മെജോറിറ്റി നമ്മുടെ പേഷ്യൻസ് നമ്മളിലേക്ക് വരുന്ന ഒരു 35-38 ഏജ് ആകുമ്പോഴാണ് അവരത് റിയലൈസ് ചെയ്തിട്ട് വരിക. അതിന് മുന്നേ ചിലപ്പോൾ അത്ര എവിഡന്റ് അല്ലാത്ത കൊണ്ടോ റെസ്റ്റിംഗ് പൊസിഷനിൽ വെറുതെ ഇരിക്കുമ്പോൾ ലൈൻസ് ഫീൽ ആൾക്കാരത് ബോധേഡ് ആവുകയില്ല. പക്ഷെ വീണ് തുടങ്ങുമ്പോൾ അവര് യൂഷ്വലി ഒരു 35-38 ആണ് മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് വരിക. പക്ഷെ ക്രോസ് ഫിറ്റ് എന്ന് പറയുന്നത് ചിരിക്കുമ്പോ ഇവിടെ വരുന്നത് ചിലർക്ക് ജനറ്റിക് ആയിട്ട് ഫാമിലിയിലൊക്കെ ഉള്ളവർക്ക് നേരത്തെ വരാം. അല്ല ദില്ലുവിന് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ല അല്ലല്ല ഞാൻ ദില്ലുവിനെ മീറ്റ് ചെയ്യുമ്പോ തുടങ്ങിയ ഉണ്ട് ദില്ലുവിന് ഇത്. അതാണ്. അപ്പൊ ചിലപ്പോൾ ഫെമിലിയിലായിട്ടാണ് അങ്ങനെയുള്ള 2 ആൾക്കാർക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്രോസ് ഫിറ്റ്. അപ്പൊ അങ്ങനത്തെ ഉള്ളവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ? അപ്പൊ ഒരു ആവറേജ് ഏജ് 32 above ആണ്, കൂടുതൽ 35 to 38. ലൈൻസ് നമുക്ക് ഫോം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാത്തവർ 24 കഴിഞ്ഞാൽ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ടാനിങ് അല്ലാതെ ഈ ആന്റി ഏജിങ് ബെനിഫിറ്റ് ഉണ്ട് ആണല്ലേ, റിങ്കിൾസ് കുറയും അല്ലേ? മനസ്സിലായ? എന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോ എന്നെ വഴക്ക് പറയുന്ന ആളാ. ഒരു കാര്യം കൂടെ, നമ്മള് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഏറ്റവും ട്രെൻഡിങ് ഈ കൊറിയൻ പ്രോഡക്ട്സ് ആണ്. ഞാൻ ആക്ച്വലി കുറച്ച് കൊറിയൻ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ജാപ്പനീസും. ഇപ്പൊ സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കുന്ന ബയോവെയർ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് സൺസ്ക്രീൻ ആണ്. അപ്പൊ ഈ
കൊറിയൻ പ്രോഡക്ട്സ് ജെനുവലി നല്ലതാണോ അതോ നമ്മുടെ സ്കിന്നിന് അത് ഏക്കില്ല അങ്ങനെ വല്ലതും ഉണ്ടോ? അതിന് ചോയ്സ് ആ കമേഴ്ഷ്യൽ പ്രോഡക്ട്സ്, മെഡിക്കൽ പ്രോഡക്ട്സ് അത്ര ഒരിക്കലും വരില്ല. അതായത് കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് റേഞ്ചിൽ കൊറിയൻ പ്രോഡക്ട്സും ജാപ്പനീസ് പ്രോഡക്ട്സ് ഒക്കെ അവരുടെ ക്വാളിറ്റി നല്ല പ്രോഡക്ട്സ് ആണ്. പക്ഷെ നമ്മുടെ വെതറും ക്ലൈമറ്റും വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹ്യൂമിഡ് എൻവയോൺമെന്റ് ആണ്. അപ്പം ആ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് ആക്നെ ടെൻഡൻസി കൂടുതൽ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ഇറപ്ഷൻസും കാര്യങ്ങളും. പ്രോഡക്ട്സ് എത്തുന്നതാണ് വളരെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. നമ്മുടെ ഒരു വെതറിൽ സൂട്ട് ആകാത്തുള്ള എല്ലാ പ്രോഡക്ട്സും അല്ല, ചിലത് പക്ഷെ അത് സത്യമാണ്. കോസ്റക്സ് ഉപയോഗിക്കുന്ന കുറെ പേർക്ക് കുരു വരുന്നുണ്ട്. അത് എനിക്ക് ഐ ഫീൽ അത് എല്ലാവർക്കും ഇല്ലല്ലോ, ചിലവർക്ക് മാത്രമല്ലേ വരുന്നുള്ളൂ. ആൻഡ് കൊറിയൻസ് ബേസിക്കലി അവർ ജനറ്റിക്കലി അവർക്ക് ദേ ഹാവ് ഗുഡ് സ്കിൻ അല്ലേ? അതെ അതെ തീരെ പൊല്യൂഷനും ഇല്ലാതെ അതെ അവരുടെ അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടായിരിക്കും കൊറിയൻസ് ജെന്യുവൻലി അത്ര നല്ല സ്കിൻ ആയിരിക്കും. പിന്നെ ജീൻസും ഉണ്ട്. പക്ഷെ നമ്മളിവിടെ മെഡിസിൻ എടുക്കും, നമ്മുടെ സ്വന്തം മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് റിസർച്ച് നടത്തിയായിരുന്നു. അവിടെ നമുക്ക് നമ്മൾ പ്രോഡക്ട്സ് എടുത്തു. ഇൻഗ്രീഡിയൻസ് അവരുടെ ഭയങ്കര നല്ല ക്വാളിറ്റിയാണ് അവരുടെ. നമുക്കത് റിസർച്ച് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും. അപ്പൊ കൊറിയൻ പ്രോഡക്ട്സ് ഇപ്പൊ സപ്പോസ് നമ്മളിവിടെ വാങ്ങി ഉപയോഗിച്ചിട്ട് അതിന് വേറെ പ്രശ്നം നമുക്ക് തോന്നിയില്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് നല്ലതാണ്. പക്ഷെ എന്റെ ഡൗട്ട് എന്താ അറിയോ, അത് ഉപയോഗിക്കുമ്പോ നമ്മുടെ സ്കിൻ എന്തായാലും അവരമാതിരി ആകാൻ പോകുന്നില്ലല്ലോ. നമ്മുടെ ജീൻസും അവരുടെ ജീൻസും എൻറ്റയർലി ഡിഫറെന്റാ. ഒൺലി തിങ് ഇസ് ഇന്ത്യയിലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നേക്കാളും ബെറ്റർ ആയിരിക്കും കൊറിയൻസിന്റെ പ്രോഡക്ട്സ്. അങ്ങനെയാണോ? അങ്ങനെയല്ല. എന്താ പറയാ, നമ്മളിപ്പോ ഒരു സൺസ്ക്രീൻ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഇവിടെ എന്താ പറയാ എക്കണോമിക്കൽ ആക്കാൻ വേണ്ടി ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചുരുക്കും. അവിടെ അങ്ങനെ ഇല്ലല്ലോ. എല്ലാവരും വളരെ ഇപ്പൊ പല റേഞ്ചും ഉണ്ടാവും. ഇപ്പൊ കുരുള്ളവർക്ക് ഒരു സൺസ്ക്രീൻ, കുരുല്ലാത്തവർക്ക് ഒരു സൺസ്ക്രീൻ, അങ്ങനെ മനസ്സിലായി പല റേഞ്ചും ഉണ്ട്. നമ്മളിവിടെ അത്ര റിസർച്ച് നടക്കുന്നില്ല. നമ്മൾ ഒരു സൺസ്ക്രീൻ വെച്ചാൽ എല്ലാവർക്കും നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിൽ സ്കിൻ ആണെങ്കിലും മനസ്സിലായി. ഹൈപ്പ് പോലെ തന്നെ സാധനം നല്ലതാണ്, നല്ല ബ്രാൻഡ് ആണെങ്കിൽ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യങ്ങൾ വെച്ചിട്ടോ ആണ് അതിന്റെ നമുക്ക് അധികം എഫക്റ്റീവ് അല്ലാത്തത്. പിന്നെ അവർ കുറച്ചുകൂടെ സോഫ്റ്റ് ഇൻഗ്രീഡിയൻസ്, കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ വരുന്ന ടാനിനൊക്കെ ചിലപ്പം അവരുടെ ഡീപ്പിഗ്മെന്റ് ഇൻഗ്രീഡിയന്റ് മാറ്റാൻ പറ്റണമെന്നില്ല. നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും നമ്മൾ 2 റേറ്റിംഗ് ആണ് നോക്കുക. ഒന്ന് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ SPF, പിന്നെ ഒരു ബൂട്ട് സ്റ്റാർ റേറ്റിംഗ്. ഓക്കെ, സൺ പ്രൊട്ടക്ഷൻ ബ്ലൂ സ്റ്റാറോ ബൂട്ട് സ്റ്റാർ റേറ്റിംഗ് ഒരു കുറച്ച് സ്റ്റാറിന്റെ ഒരു അങ്ങനത്തെ കുറച്ച് റേറ്റിംഗ്സ് ഉണ്ടാവും. അപ്പൊ അതൊരു 4+ ഉണ്ട് എങ്കിൽ അത്യാവശ്യം നല്ല സൺസ്ക്രീൻ ആണെന്നാണ് എന്റെ അർത്ഥം. പിന്നെ ഈ പ്രോഡക്റ്റ് വേരിയേഷൻ പുറത്തെ നാട്ടിലെ തമ്മിൽ വ്യത്യാസം കാസ്റ്റ് ഫോം ചെയ്യും. ചില സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് മേക്കപ്പ് ഇട്ട ഫീൽ തോന്നും. രണ്ട് സ്ഥലത്തേയും തോന്നും. ഫിസിക്കൽ സൺസ്ക്രീൻ, സ്പോർട്സ് പീപ്പിൾ ഒക്കെ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ അത് സെൻസിറ്റീവ് സ്കിന് നല്ലതാണ്. പക്ഷെ അതിനൊരു കാസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആർക്കും അത് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ ആ ടെക്സ്ചർ വെച്ച് നമുക്ക് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഫോറിൻ സൺസ്ക്രീൻസ് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഇട്ട പോലെ ഒരു ഫീൽ വാട്ടർ ബേസ്ഡ് ആയിട്ട് കുറെ ഫോർമുലേഷൻസ്. ഇവിടെയുള്ള കുറെ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പോർസ് ക്ലോറിഡ് എല്ലാവരും സ്വെറ്റ് ചെയ്യും. പിള്ളേർക്ക് എസ്പെഷ്യലി മെയിൽസിന് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല സൺസ്ക്രീൻ. ഇപ്പൊ പക്ഷെ സിനാരിയോ മാറുന്നുണ്ട്. പിന്നെ കുറെ ഫാർമ കമ്പനികൾ നല്ല സൺസ്ക്രീൻസ് ഇറക്കുന്നുണ്ട്, കുറെ റേഞ്ചും ഇറക്കുന്നുണ്ട്. അപ്പം മെയിൽസിന് സൂട്ടബിൾ ആയിട്ടുള്ളതും ഫീമെയിൽസിന് സൂട്ടബിൾ ആയിട്ടുള്ളതും ഓയിലി സ്കിന്നിന് വേണ്ടതും അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടെയും വരുന്നുണ്ട്. പണ്ട് പുറത്ത് മാത്രമായിരുന്നു കുറച്ച് നല്ല. പക്ഷെ പുറത്ത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ റേറ്റിംഗ് ഉള്ള സാധനം ഇവിടെ ഉപയോഗിച്ചാലും ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ? ക്വാളിറ്റി വൈസ് ബെറ്റർ അതായിരിക്കും എന്നാണോ പറയുന്നത്? അതായത് അതിന്റെ കണ്ടന്റ് അനുസരിച്ചിരിക്കും. സൺസ്ക്രീൻ എന്ന് പറയുന്നത് കുറെ പ്രോഡക്ട്സിന്റെ ഒരു മിക്സ്ചറാണ്. ഫിസിക്കൽ കമ്പോണന്റ്സിന്റെ മിനറൽ സൺസ്ക്രീൻ, കെമിക്കൽ സൺസ്ക്രീനുകളുണ്ട്, കെമിക്കൽ കമ്പോണന്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഏതാ ഉപയോഗിക്കുന്നത്? അതിലിപ്പോ ബ്ലൂ ലൈറ്റ് ഫിൽറ്ററിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ ഉണ്ടെങ്കിൽ നമ്മള് അപ്പൊ എനിക്ക് തോന്നുന്നു ഇൻഡോറിൽ കൂടുതൽ ഈ ലാപ്ടോപ്പിൽ ഇരിക്കുന്നവരെ ആ സൺസ്ക്രീൻ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അല്ല? പിന്നെ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവർ ബ്ലൂ ലൈറ്റ് സ്ക്രീൻ അവൈലബിൾ ആണ്. അവരത് ലാപ്ടോപ്പിൽ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഗ്ലാസസ് അവൈലബിൾ ആണ് കുറച്ചത് റിഫ്ലക്ട് ചെയ്ത് കളയാനായിട്ട്. അങ്ങനെ ബ്ലൂ ലൈറ്റ് സൺസ്ക്രീൻ ഉണ്ടല്ലേ? അതെ ബ്ലൂ ലൈറ്റ് ഇൻഫ്രാറെഡിനൊക്കെ വരുന്ന സൺസ്ക്രീൻസ്, ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻസ് എന്ന് പറയും. എപ്പോഴും എനിക്കൊന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു സ്കിൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് അവരുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് തന്നെ ഫോളോ ചെയ്യാൻ പറ്റും.
അതാണ് ഏറ്റവും ബെസ്റ്റ്. സ്വന്തമായിട്ട് അധികം ചെയ്യാതിരിക്കുക. അതെ, മാത്രമല്ല ഇപ്പോ ദില്ലുവിന് സൂട്ട് ചെയ്യുന്ന സൺസ്ക്രീൻ ചിലപ്പോ എനിക്ക് സൂട്ട് ചെയ്തെന്ന് ഇരിക്കത്തില്ല. ലൈഫ് സ്റ്റൈല് പറയും, നമ്മുടെ റിക്വയർമെന്റ്സ് പറയും. ഇപ്പൊ എന്റെ ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻ അധികമല്ല, ഔട്ട്ഡോർ ആണ്, മൾട്ടി വെതേഴ്സിന് പോകുന്നുണ്ട്. സ്കിൻ ടൈപ്പും ഡിഫറെന്റ് ആണല്ലോ. ഒരു തവണയെങ്കിലും ഡോക്ടറെ സ്കിൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരുടെ റെക്കമെൻഡേഷൻ പിന്നെ പോണ്ടിയേ വരില്ല. ഒരു തവണ ഒന്നും പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതെ, അല്ല മിക്കവരും ഈ ടിവിയിലും അതിലൊക്കെ കണ്ട് ആഡ് കാണുമ്പോ ഉടനെ അത് എക്സ്ട്രാ എക്സ്പെൻസീവ് നോക്കി വർക്ക് ചെയ്യണം എന്നില്ലല്ലോ. ബേസിക്കലി ഇപ്പൊ ഏത് പ്രൊഡക്ട്സ് ആണെങ്കിലും, ഇപ്പൊ കോസ്മെറ്റിക്സ് നിങ്ങൾ മേടിക്കുകയാണെങ്കിലും നമ്മുടെ പ്രൊഡക്ട്സ് ആണെങ്കിലും എല്ലാം സ്കിൻ റിലേറ്റഡ് വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമുക്കൊരു ട്രയൽ ആൻഡ് എററിന് പോവാതിരിക്കുന്നതാണ് സത്യം നല്ലത്. ഒരു പ്രൊഡക്ട്സിന് നമുക്ക് തന്നെ വിഷമം തോന്നുന്നു. എല്ലാവരും ഒരാളെന്നല്ലാന്ന് പറയുമ്പോൾ അത് മേടിക്കും, മറ്റേ അത് യൂസ് ആകുന്നില്ല, നമുക്ക് മാറ്റി കൊടുക്കാൻ നമുക്ക് വിഷമം. നമ്മളും പൈസ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും എഴുതുന്നത്. അപ്പൊ അവരുടെ ആ ഒരു പൈസ വെറുതെ പോയി നമ്മൾ വീണ്ടും അവരുടെ ഒരു ഫിനാൻഷ്യൽ ബർഡൻ കൂട്ടുകയാണ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. കൺസൾട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് പ്രൊഡക്ട്സ് അറിയാമല്ലോ. അതാണ് ബെറ്റർ. വെറുതെ കാണുന്ന എല്ലാ പ്രൊഡക്ട്സും അത് പിമ്പിൾ ടോൺ സ്കിന്നിന് നമ്മൾ കൊടുക്കുന്ന ഒരു സൺസ്ക്രീൻ ഉണ്ട്, അത് സൂട്ട് ആവാത്തവരും ഉണ്ട്. മജോറിറ്റിക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ടാവും, ചിലർക്ക് അത് പറ്റാതെ. അപ്പൊ നമ്മൾ വീണ്ടും അവർക്ക് അത് മാറ്റേണ്ടി വരും. അങ്ങനെ കുറച്ച് ഇതിൽ ട്രയൽ എറർ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അതുപോലെ ഡോക്ടർ വേറൊരു കാര്യം എനിക്ക് അറിയേണ്ടത്, ഏത് പ്രോഡക്ട്സ് ആയാലും നമ്മളിപ്പോൾ ദില്ലു ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് അതൊരു 6 months കഴിഞ്ഞാൽ പിന്നെ അതിന്റെ എഫക്റ്റീവ് ഉണ്ടാവില്ല. ഞാൻ സൺസ്ക്രീൻ ഇപ്പൊ ഒരു സൺസ്ക്രീൻ ബ്രാൻഡാണ് ഞാൻ ഇപ്പൊ 2 years ആയിട്ട് ഉപയോഗിക്കുന്നത്. പ്രിയ പറയും 6 മാസം കഴിയുമ്പോൾ ബ്രാൻഡ് റൊട്ടേറ്റ് ചെയ്യണം, അങ്ങനെ ഉണ്ടാവും. സൺസ്ക്രീൻ സത്യം അത്രയും ഫീൽ ചെയ്യാലോ. ചില പ്രൊഡക്ട്സ് ഡ്രീം പറയുന്നത് ശരിയാണ്. ടാക്കിഫിലാക്സിന് ഒരു സംഭവം ഉണ്ട്, അതായത് ആ പ്രൊഡക്റ്റ് ആ ഒരു എമൗണ്ടിൽ വർക്ക് ചെയ്യാതെയാവും നമ്മുടെ സ്കിൻ. അത് അതെ, അതായത് നമ്മുടെ സൺസ്ക്രീൻ നമുക്ക് അങ്ങനെ അത്രയും ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, ഇനി തൊട്ട് ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് കണ്ട ഒരു ലോഞ്ചിൽ ഇതാണ് ട്രീറ്റ്മെന്റ് ഒരു ചെയ്തത്, മറ്റേ ഹോസ്പിറ്റൽ ഫീലിംഗേ ഇല്ല. നിങ്ങൾക്കിപ്പോ കോൺഫിഡൻസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റോ നമ്മുടെ പൈസ ഉപയോഗിച്ച് നമ്മളല്ലേ ചെയ്യുന്നത്. ചിലവർക്ക് എന്താണെങ്കിലും കുഴപ്പം കാണില്ല, ചിലവർക്ക് ചെറിയ ചുളുക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു വിഷമം വരും. ഓൾ ദിസ് ഇസ് നാച്ചുറൽ പ്രോസസ് എന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും ഇന്ന് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളും ടെക്നോളജി ഒക്കെ ഉള്ളതുകൊണ്ട് whatever makes you comfortable just do it ഞാൻ പറയുള്ളൂ. whatever makes you happy. അതെ. സോ ഒന്നും ഒരു ടാബോ അല്ലെങ്കിൽ നോട്ട് ടു ഡു അല്ല. പണ്ട് അയ്യോ സർജറി ബോട്ടോക്സ് അതോ ഇതോ എന്നൊക്കെ പറഞ്ഞ് പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ കളിയാക്കുമായിരുന്നു. ഇപ്പൊ ഓരോരുത്തർ ബോട്ടോക്സ് ചെയ്തിട്ട് ലഞ്ച് ബ്രേക്ക് ടൈമിൽ വന്ന് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് യുവർ റിങ്കിൾസ് അല്ലെങ്കിൽ യുവർ ഹെയർ ലോസ് അല്ലെങ്കിൽ യുവർ ടാനിങ്, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ബാക്കിയുള്ളവർ എന്ത് ജഡ്ജ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഡോട്ട് വന്നു കഴിഞ്ഞാൽ ഇഫ് യു ആർ അൺകംഫർട്ടബിൾ, ഇഫ് ഇറ്റ്സ് അഫക്ടിങ് യുവർ കോൺഫിഡൻസ്, അത് മാറ്റാനുള്ള പ്രൊസീജിയർ ചെയ്തു. കാരണം എന്തോ എനിക്കൊന്ന് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പണ്ടത്തെ കാട്ടി എല്ലാം റേറ്റ് കുറഞ്ഞിട്ടില്ലേ. മാർക്ക് ചെയ്യാതെ ശരിക്കും ഇത് ബ്രേക്ക് വരാത്ത ചിരിക്കാത്തോണ്ടാ അല്ലേ? കൂടുതൽ എക്സ്പ്രഷൻ ഉള്ളവർക്ക് എന്നല്ലേ പറഞ്ഞേ. ഫ്രൗൺ ചെയ്യുമ്പോ നെറ്റിയിൽ വരും, കൂടുതൽ ചിരിച്ചാൽ കണ്ണിന്റെ അവിടെ വരും. എനിക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ, ഇതില്ലല്ലോ. എനിക്ക് ഫ്രൗണും ഇല്ല ഇതും ഇല്ല, ചിരിയുമില്ല, ഒരു എക്സ്പ്രഷൻ വികാരം ഇല്ലാത്ത. അത് നല്ലല്ലേ, അതുകൊണ്ട് ലൈൻസ് ഒന്നും വരില്ല. അറിയണേ ഇല്ല. അത് ഒരെണ്ണം ഒരു യൂണിറ്റ് ഒരു ഇഞ്ചക്ഷൻ ആണോ ഡോക്ടർ? അല്ല, ഒരു ഇഞ്ചക്ഷനിൽ യൂണിറ്റ്സ് വേരി ചെയ്യാം. ഓക്കെ. ഇതിന്റെ നീഡില് മറ്റേ നീഡിലേക്കാളും ചെറുതായിരിക്കും അല്ലേ, സാധാരണ ഇഞ്ചക്ഷനേക്കാളും. ഓ, അഞ്ച് മിനിറ്റില് കറക്റ്റ് 5 minutes പോലും ആയില്ല, കാര്യം കഴിഞ്ഞു. ഇത് ചാടി നിൽക്കുന്ന കണ്ട, അതാ ഇഞ്ചക്ഷന്റെ ആണ്. 2 മണിക്കൂർ മാക്സിമം. അതും നമുക്ക് നമ്മുടെ നോർമൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഒള്ളിത്തിങ്ങനെ ഡോക്ടർ പറയുന്നത് അധികം എക്സേർട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യണ്ട, എത്ര അതൊന്നും ചോദിക്കണം. പിന്നെ മസാജ് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഫേസ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ വീഡിയോ കാണിക്കാം സുന്ദരനായിട്ട്. പിന്നെ ഇനിയിപ്പോ
മുഖം എല്ലാം മാറി ഋത്തിക് റോഷൻ ഷാറുഖ് ഖാൻ ആവും. ചിലപ്പം ഞാൻ ഇനി ചിരിക്കാൻ പാടില്ല കുറച്ച് ദിവസത്തേക്ക്. അധികം ചിരിക്കരുത്, പിന്നെ ലൈൻസ് ഫോം ചെയ്യും. അപ്പൊ ഇനി തുടങ്ങി വ്ളോഗിൽ ദില്ലുചേട്ടൻ ചിരിക്കുന്ന എനിക്ക് ചിരി കൂടുതലാതാണ്. ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന യൂട്യൂബർ ഞാനായിരിക്കും കേരളത്തിൽ, അറ്റ്ലീസ്റ്റ് ഉറപ്പാണ്. ഇനിയിപ്പോ ആൾക്കാർ ചോദിച്ചു അയ്യോ ദില്ലുചേട്ടൻ എന്താ ചിരിക്കാത്ത. എനിക്കിത് ഇപ്പൊ തന്നെ ചെയ്യല്ലോ, കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഗൈസ്, സോ വീട്ടിലെത്തി. എനിക്ക് തോന്നുന്നു ആ എന്താ പറയുക, ചാടുന്നുള്ള കൊമ്മള പോലത്തെ സംഭവമൊക്കെ പോയി. ഓബിയസ്ലി ഇന്ന് ഡേ 1. ഇപ്പോഴും ഈ മാർക്സ് ഒക്കെ ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നു 5 ദിവസം കഴിഞ്ഞിട്ട്, 7 ദിവസമാണ് ഡോക്ടർ പറഞ്ഞത്. ബട്ട് ഐ തിങ്ക് സോ മേ ബി 5 to 7 ഇതൊന്ന് മാറിയിട്ടുള്ള റിസൾട്ട് കാണിക്കാം. പിന്നെ ഡോക്ടറോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, നമ്മൾ ഒരുപാട് സമയം എടുത്തു. സോ ബിഗ് താങ്ക്സ് ഡോക്ടർ ഫോർ സ്പെൻഡിങ് ദോസ് ടൈം വിത്ത് us. എല്ലാവർക്കും ഉള്ള ക്യൂറീസ് ആയിരിക്കും. ആൻഡ് ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ, ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് വെള്ളം പോലെ ഇരിക്കും, ബയോവെയറിൻ്റെ ഒരു വെള്ളം പോലത്തെ ഒരു സംഭവമാണ്. ഇവർക്ക് തന്നെ 3 കൺസിസ്റ്റൻസിയിലുണ്ട്. ഇത് ലോഷൻ, പിന്നെ ബയോവെയർ, ഇതും ബയോവെയറാണ്, പിന്നെ ക്രീമിൻ്റെ ഉണ്ട്, അത് കാണുന്നില്ല. ഏകദേശം ഇതുപോലെ ഇരിക്കും ട്യൂബ് ക്രീമിൻ്റെ. ഇതെന്താ, ഇതൊരു വെർസാഷയുടെ ഒരു ക്രീമാണ്, പക്ഷെ ഇതുപോലെ ഇരിക്കും. സോ 3 കൺസിസ്റ്റൻസിയിലുള്ളതുണ്ട്. അതെനിക്കൊന്ന് കഴിഞ്ഞു എന്ന് തോന്നുന്നു. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടു. വെള്ളം പോലെ ഇരിക്കും, ക്വിക്ക്ലി അബ്സോർബ് ചെയ്യും. ഇത് SPF 50+ ആൻഡ് PA++++. സോ 4++++ ഉള്ള എടുക്കണം PA, മിനിമം SPF 50. ഗൈസ്, സോ നമുക്ക് അടുത്ത ട്രിപ്പിന് പോകാനുള്ള ടൈം ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പം തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം ആക്ച്വലി ഇന്നലെ 1 ഡേ ആക്ച്വലി 2 days ആയിട്ടുള്ളൂ ഞാൻ ഈ പ്രൊസീജിയർ ചെയ്തിട്ട്. പക്ഷെ ഇപ്പം തന്നെ നിങ്ങൾ വ്യത്യാസം നോക്കിക്കോ. ഈ ലൈറ്റിൽ ഞാൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം. മുഖത്ത് ഒന്നും ഇട്ടിട്ടില്ല, നല്ല വ്യത്യാസമില്ലേ? ഓക്കെ, ഇതും കൂടെ പോവും കേട്ടോ, ഇതെല്ലാം പോവും. നല്ല വ്യത്യാസമില്ലേ? സോ എനിക്ക് ബോട്ടോക്സ് ഡെഫിനറ്റ്ലി വർക്ക്സ് ഫോർ മീ, വർക്ക്സ് ഫോർ എവ്രി വൺ ആക്ച്വലി. ഹൂവർ ഇങ്ങനെ ചുളുക്കമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു ബോട്ടോക്സ് തന്നെയാണ്. ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. പിന്നെ എനിക്ക് അറിയില്ലായിരുന്നു ബോട്ടോക്സ് എന്ന് പറയുന്ന ആ ഒരു മരുന്നിൻ്റെ പേരാണ്. ഐ തോട്ട് ഇറ്റ്സ് എ നെയിം ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ എന്തായാലും ചിരിക്കാൻ എന്തായാലും കുറയ്ക്കാൻ പറ്റില്ല. സോ അതിനെക്കാട്ടി ഭേദം നമുക്ക് ഇത് തന്നെ ചെയ്ത് കാണല്ലോ. സോ അതെ, ഇവിടെ കുറച്ചും കൂടെ മാറാനുണ്ട്. ബട്ട് ഇറ്റ്സ് ഓൺലി ബീൻ എ ഡേ. എന്തായാലും ഫുൾ റിസൾട്ട് കിട്ടും എനിക്ക്, കാരണം പണ്ട് കിട്ടിയതാണ്. കണ്ടോ എന്തൊരു വ്യത്യാസം, ഒരു ദിവസത്തിൽ തന്നെ 1 or 2 ഓർമ്മയില്ല. അടിപൊളിയല്ലേ? സോ എന്തായാലും കുറേ ക്വസ്റ്റ്യൻസ് പ്രിയ ചോദിച്ചു, കുറേ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റും പിന്നെ ഇതൊരു താബു ആയിട്ട് കരുതുന്നവർക്കൊക്കെ. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദ സ്മോൾ വ്ളോഗ്. ആൻഡ് ഇനിയിപ്പം ഞാൻ മിക്കവാറും ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടേ ഇനി ചെയ്യുള്ളായിരിക്കും. സോ ഈ ചെയ്ത ക്ലിനിക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആലുവയിലാണ്. എന്ത് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ചോദിച്ചാലും ദേ വിൽ ആൻസർ ഇറ്റ്. ആൻഡ് വെരി കൈൻഡ്, ഭയങ്കര നമുക്ക് അപ്രോച്ചബിൾ ആണ്, ഒട്ടും ഒരു ഇൻറ്റിമിഡേറ്റിംഗ് അല്ല. ഓക്കെ, സോ എന്തായാലും നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. നിൽക്കുന്നു ചൈന പോണ്ടേ? ഞങ്ങളുടെ ഫസ്റ്റ് ഡിസ്നി ലാൻഡ് ആയിരിക്കും കേട്ടോ. ഒരു ചൈൽഡ്ഹുഡ് ആയപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ്, അത് വേദുവിൻ്റെ ചൈൽഡ്ഹുഡിൽ സാധിക്കുന്നു. ഓക്കെ, ബൈ.